ഡൾസിയേറ്റ് ഡെക്കോറം എസ്റ്റ് എന്ന് പറയുന്ന വിൽഫ്രെഡ് ഓവൻ്റെ ഒരു വാർ പോമാണ്. വിൽഫ്രെഡ് ഓവൻ എന്ന് പറയുന്നത് ഒരു ഫേമസ് ബ്രിട്ടീഷ് വാർ പോയറ്റാണ്. അദ്ദേഹം ഒരു സോൾജിയർ കൂടെയാണ്. അപ്പോൾ എന്തുകൊണ്ടും വാറിനെക്കുറിച്ച് എഴുതാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ആളാണല്ലേ നമ്മുടെ വിൽഫ്രെഡ് ഓവൻ. ഇദ്ദേഹത്തിന് വാറുമായിട്ട് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരു സോൾജിയർ ആകുമ്പോൾ എന്തായാലും നേരിട്ട് യുദ്ധവുമായിട്ട് നല്ല പരിചയമുള്ള ആളായിരിക്കും. അപ്പോൾ ഇതിൽ നോർമൽ ഒരു വാർ പോമിൽ സാധാരണയായിട്ട് എങ്ങനെ ഉണ്ടാവുക, വാറിനെ എന്താ പറയുക, ഇങ്ങനെ പ്രേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ആ ധീരത, ഹീറോയിക് ഡീഡ്സ് ഓഫ് ബാറ്റിൽസ് ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് പൊതുവേ നമ്മൾ ഒരു വാർ പോം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്നത്. പക്ഷേ ഇത് അത്തരത്തിലുള്ളൊരു പോമല്ല. ഇത് ഫ്രം എ വാർ പോം ടു ആൻ ആൻറ്റി വാർ പോമിലേക്ക് പോകുന്ന തരത്തിലുള്ളൊരു പോമാണ്. ഇതിൽ വാറിൻ്റെ ഹൊറേഴ്സാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സോൾജിയേഴ്സ് ഉണ്ടാകുന്ന സഫറിങ്സ്, ഹൊററായിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ എന്താ പറയുക, അത്രയും ഭയാനകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ആദ്യം തന്നെ കാണിച്ചു തരിക ബാറ്റിൽ ഫീൽഡായിരിക്കും. ഈ ബാറ്റിൽ ഫീൽഡിലുള്ള സോൾജിയേഴ്സ് അവരുടെ രൂപമായിട്ട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ബെഗേഴ്സിനെ പറയും. പിന്നെ ഡ്രൗണിങ് മാൻ, അതായത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കാണാം. അത്തരത്തിലുള്ള പല ഐറണികൾ കാണാം. അതുപോലെ തന്നെ ഈ അവിടെ ഉണ്ടാവുന്ന സീൻസൊക്കെ നമ്മുടെ പോയറ്റിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന ട്രോമ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സോ ഇനി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഈ പോയത്തിലേക്ക് പോകാം. പോയമിൻ്റെ ഫസ്റ്റ് വരുന്നത് എന്താണ്? The poem begins by describing a group of soldiers marching through the battlefield. ഒരു ബാറ്റിൽ ഫീൽഡിലൂടെ ഒരു കൂട്ടം സോൾജിയേഴ്സ് എന്ത് ചെയ്യാണ്, മാർച്ച് ചെയ്തു പോവുകയാണ്. അവിടെ ഈ സോൾജിയേഴ്സ് എന്ന് പറയുന്നത് എന്താ, വളരെ യങ് ആയിരുന്ന കാലഘട്ടത്തിൽ ഇവരെങ്ങനെയാണ് വളരെ എനർജറ്റിക് ആയിട്ടാണല്ലേ നമ്മുടെ ഈ വാറിലേക്ക് വരുന്നത്. രാജ്യത്തിന് വേണ്ടി ആ ഒരു പാട്രിയോട്ടിസം, ആ ഒരു ഫീലിങ്ങോട് കൂടി യുദ്ധം ചെയ്യാനായിട്ട് വന്നവരാണ്. എന്നാൽ ഇപ്പം ഇവരെന്താ, വളരെ വയസ്സായി, എല്ലാം കൊണ്ട് ഫിസിക്കലി ആൻഡ് ഇമോഷണലി മെൻ്റലി എല്ലാം ബ്രോക്കൺ ആയിട്ട് ഒരു എന്താ പറയുക, വയസ്സായ ഒരു ഭിക്ഷക്കാരൻ, ഒരു യാചകൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ ഇവരെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ഹാഗുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഹാഗ് എന്ന് പറഞ്ഞാൽ എന്താ, വയസ്സായിട്ട് പുവർ ഹെൽത്ത് കണ്ടീഷനിലുള്ള ഒരു വയസ്സായ സ്ത്രീയാണ് ഹാഗ് എന്ന് പറയുന്നത്. മേത്തൊക്കെ ചുളിവുകളൊക്കെ ആയി അങ്ങനെ എന്ന് വെച്ചാൽ ആ ഒരു യങ് എനർജറ്റിക് മെന്നിൻ്റെ ഡിക്ലൈൻ, ഫിസിക്കൽ ഇമോഷണൽ മെൻ്റൽ ഡിക്ലൈനിനെയാണ് ഇത്തരത്തിലുള്ള കമ്പാരിസൺസിലൂടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ഐറണി ഉണ്ട് അല്ലേ. സോൾജിയറും ബെഗറും തമ്മിലുള്ള ഐറണി എന്താ, സോൾജിയർ എന്ന് പറയുന്നത് യൂഷ്വലി ഗ്ലോറിഫൈഡ് ആണ്. നമ്മളെപ്പോഴും സോൾജിയർ, ധീര ജവാൻ എന്നൊക്കെ പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യുന്ന ആളുകളാണ് സോൾജിയർ. ബെഗർ എന്ന് പറഞ്ഞാൽ എന്താ, പുവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റിലുള്ള പാവപ്പെട്ട ആളുകൾ, യാചകർ, മീൻസ് ആ ഒരു രീതിയിലാണ് നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടോൺ തരുന്ന ഒരു കാറ്റഗറിയാണ് സോൾജിയറും ബെഗറും. അപ്പോൾ അവരങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ ആ എക്സ്ട്രീം സിറ്റുവേഷൻ, അവരുടെ അത്രയും മോശമായിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ ആദ്യത്തെ 4 ലൈൻസിൽ വളരെ ക്ലിയർ ആയിട്ട് ആ സോൾജിയേഴ്സിൻ്റെ എല്ലാം ഫ്രസ്ട്രേഷനും ഫാറ്റീഗും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു കോൺസ്റ്റൻറ്റ് ത്രെറ്റ് ഉണ്ടല്ലോ, അതായത് ഞാൻ എപ്പോൾ വേണമെങ്കിലും ഈ യുദ്ധത്തിൽ മരിച്ചു പോവും, അതുപോലെ ആകെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ടൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന ആ അവസ്ഥയൊക്കെ വളരെ വ്യക്തമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആദ്യത്തെ വരികളിലെല്ലാം കോൺസണൻസിൻ്റെ ഉപയോഗം നമുക്ക് കാണാം. കോൺസണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പീറ്റേഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ റിപ്പീറ്റേഷനാണ് അടുത്തടുത്തുള്ള വേർഡുകളിൽ. അതായത് അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പോമിന് ഒരു ഹാഷ് ടോണ് തരുന്നു. ബെൻഡ്, ഡബിൾ, ബെഗേഴ്സ് എന്ന് പറയുന്ന ഈ 3 വാക്കുകളിൽ ബി എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണാം. അപ്പോൾ ആ ഒരു പോമിന് വരുന്ന ആ ഒരു ഹൊറർ ഫീലിംഗ്, ആ ഒരു ഹാഷ് ഫീലിംഗ് കുറച്ചുകൂടെ നമുക്കൊന്ന് സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാനാണ് കോൺസണൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പോമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അയാംബിക് പെൻറ്റാമീറ്റർ ആണ്. അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുമ്പോൾ 5 അയാംസ് ആണ് ഓരോ ലൈനിലും ഉണ്ടാവുക. 1 അൺസ്ട്രെസ്ഡ് സിലബിൾ, അതിനുശേഷം ഒരു സ്ട്രെസ്ഡ് സിലബിൾ, ആ രീതിയിലാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു സോൾജിയേഴ്സ് നമ്മുടെ ബാറ്റിൽ ഫീൽഡിൽ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അല്ലേ, ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ആ മാർച്ചിങ് പോകുന്നത്. പക്ഷേ ആ മാർച്ചിങ് എങ്ങനെ ഫീൽ ചെയ്യുന്നത്, സ്ലീപ്പ് വാക്കിംഗ് പോലെയാണ്. സ്ലീപ്പ് വാക്കിംഗ് എപ്പോഴാണ് നമ്മൾ ചെയ്യുക, അതും നമ്മൾ അത്രയും എക്സോസ്റ്റഡ് ആയിരിക്കുമ്പോഴാണ് സ്ലീപ്പ് വാക്കിങ് ചെയ്യുക അല്ലേ. അപ്പോൾ അത്രയും ഒരു എക്സോസ്റ്റഡ് ആയിട്ട് അവർ എന്താ പറയുക, എണീക്കാൻ പോലും ജീവനില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ ഫിസിക്കൽ പെയിൻ പോലും അവർ അറിയുന്നില്ല. അത്രയും ആ ഒരു നംനെസ് ആണ് അവർ ഫീൽ ചെയ്യുന്നത്. കാരണം കാലൊക്കെ ചോരയിൽ ഇങ്ങനെ മുങ്ങി കുളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കയ്യും വായെന്നും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടി, ശരീരമൊക്കെ അവിടെ ഇവിടെയും പൊട്ടി ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇഞ്ചുറീസ് പോലും അവർ കെയർ ചെയ്യുന്നില്ല. കാരണം അതിനുള്ള ശേഷി പോലും അവർക്കില്ല. കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആണ് അവരെന്താ പറയുക, ആകെ ഡെഫായിപ്പോയി. ചുറ്റും നടക്കുന്ന ബോംബ് ബ്ലാസ്റ്റിൻ്റെയോ എക്സ്പ്ലോഷൻസിൻ്റെയോ ഗ്യാസ് ഷെല്ലുകളുടെയോ ഒന്നും സൗണ്ട് പോലും അവരറിയുന്നില്ല. ഇവിടെയും നമ്മുടെ ഓവൻ എന്ത് ചെയ്യുന്നുണ്ട്,
ചെയ്യുന്നുണ്ട്, കോൺസണൻസ് യൂസ് ചെയ്യുന്നത് കാണാം. ലോസ്റ്റ് ലിംബ്ഡ് ബ്ലഡ്, ഈ 3 വാക്കിലും എൽ എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ആ കോൺസണൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതും എന്താണ്, ആ ഒരു ഹാർഷ് ഡ്രാഗിങ് ടോണിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഹൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും എന്താണ്, നമ്മുടെ അയാംബിക് പെൻറ്റാമീറ്റർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു റിതമിക് സ്ട്രക്ചർ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. 3ാമത്തെ സ്റ്റാൻസയിൽ എന്താ സംഭവിക്കുന്നത്, ഒരു സഡൻ അർജൻസിയാണ്. പെട്ടെന്നൊരു കാര്യം അയാൾ ഇങ്ങനെ വിളംബരം ചെയ്യണം. അതായത് ഗ്യാസ് അറ്റാക്ക് അതാ വരുന്നു, ഗ്യാസ് ക്യുക്ക് ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് ആ ഒരു പാനിക് ആൻഡ് സീരിയസ്നെസ്, ആ ഒരു മൊമെൻറ്റിൻ്റെ പാനിക്കും സീരിയസ്നെസ്സും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പങ്ക്ച്വേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോൾജേഴ്സ് എല്ലാം പാനിക്കായിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവരെല്ലാവരും സ്ട്രഗിൾ ചെയ്യാണ് ശരിക്കും അതായത് നേരെയായിട്ട് ആ ഹെൽമെറ്റും ഗ്യാസ് മാസ്കും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു സോൾജിയർ എന്ത് ചെയ്യുന്നു, ആ ഹെൽമെറ്റ് ഇടുന്നതിൽ, അതായത് ആ ഗ്യാസ് മാസ്ക് ഇടുന്നതിൽ തെറ്റ് വരുത്തി അയാൾക്ക് അത് ഇടാൻ പറ്റാതെയായി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ആ ഒരു ഗ്യാസിന് എക്സ്പോസ്ഡ് ആയി. ആ ലോൺ സോൾജിയർ ഇപ്പം എന്താ, നല്ല വേദനയിൽ അലറിക്കരയാണ്. ലൈക്ക് എ മാൻ ബേണിങ് ഇൻ ഫയർ ഓർ ലൈം, അതായത് ജീവനോടെ കത്തുന്ന ഒരു മനുഷ്യൻ ആ പൊള്ളലിൻ്റെ വേദനയിൽ എങ്ങനെ അലറിക്കരയുന്നു അതുപോലെ അലറുകയാണ് ഈ ഒരു ലോൺ സോൾജിയർ. അദ്ദേഹം മാത്രമാണ് ഗ്യാസ് മാസ്ക് ഇടാതെ അവിടെ ഒറ്റപ്പെട്ടു പോയത്. അപ്പോൾ ലൈം എന്ന് ഇവിടെ റെഫർ ചെയ്തിട്ടുണ്ടല്ലേ, ലൈം എന്ന് പറയുന്നത് എന്താ, ഒരു കെമിക്കൽ വെപ്പണാണ്. അത് നമ്മളുടെ ഈ മനുഷ്യകോശങ്ങളൊക്കെ എന്താ പറയുക, മനുഷ്യകോശങ്ങൾ എന്നല്ല, ലിവിങ് ടിഷ്യൂസിനെയെല്ലാം ബേൺ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ വെപ്പണാണ്. അപ്പോൾ അത് ആ ഒരു സീനിൻ്റെ ഒരു ഹൊറർ മൂമെൻറ്റിനെ കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഒരു ഐറണി കാണിക്കുന്ന ഒരു ഫ്രേസാണ് ആൻ എക്സ്റ്റസി ഓഫ് ഫംബ്ലിങ് എന്ന് പറയും. എക്സ്റ്റസി എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന വാക്കാണ്, വളരെയധികം ഹാപ്പി ആയിട്ട് ജോയ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോഴാണ് എക്സ്റ്റാറ്റിക് അല്ലെങ്കിൽ എക്സ്റ്റസി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ്റ്റസി എന്നുള്ളൊരു കോൺട്രാസ്റ്റോടുകൂടി ഫംബ്ലിങ്ങിന് പറയുന്നത് എന്താ, അതെന്താണ് അങ്ങനെ പറയുന്നത്, അവിടെ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ്. എക്സ്ട്രീം ആയിട്ടുള്ള കെയോസ് ആണ്, എക്സ്ട്രീം ആയിട്ടുള്ള പാനിക്കാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സോൾജിയേഴ്സ് എന്താണ്, ആകെ ശരീരമൊക്കെ ആകെ വീണ്ടും ക്ഷീണിച്ചു പോവുക. ഒരു ഗ്യാസ് അറ്റാക്കും കൂടെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു ഹോറിഫൈയിങ് വിഷനിലൂടെ നമ്മുടെ റീഡേഴ്സിന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ബാറ്റിൽ ഫീൽഡിൻ്റെ ആ ഒരു ടെറിഫൈയിങ് സീനിലൂടെ. ഇവിടെ ആ ഒരു ഫെല്ലോ സോൾജിയറിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, എ മാൻ അപ്പിയറിങ് ടു ഡ്രൗൺ ഇൻ എ തിക്ക് ഗ്രീൻ സീ, ഒരു ഗ്രീൻ സീയിൽ ഇങ്ങനെ ഡ്രൗൺ ചെയ്തു പോകുന്ന, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരാളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഗ്രീൻ സീ എന്ന് പറയുന്നത് എന്താ, ആ ഒരു പോയ്സണസ് ഗ്യാസിനെ സിംബലൈസ് ചെയ്യുന്നതാണ്. ഗ്രീൻ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു സിക്കനിങ് അല്ലെങ്കിൽ ഓവർവെൽമിങ് ആയിട്ടുള്ള ഗ്യാസിൻ്റെ പ്രസൻസിനെ ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാനായിട്ട്, മീൻസ് ആ ഒരു സീന് നമുക്കൊന്നുകൂടെ ശക്തിപ്പെടുത്തി തരികയാണ്. ഇവിടെ ഈ ഗ്രീൻ എന്ന് പറഞ്ഞ വാക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം എന്താ, ഇവിടെ ആ ഒരു വാർ ഫ്രണ്ടിൻ്റെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഭയാനകമായിട്ടുള്ള ആ ഒരു പിക്ചർ നമ്മളുടെ ഉള്ളിലേക്ക് വീണ്ടും ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ഭീകരാവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ബാറ്റിൽ ഫീൽഡിൽ നിന്നും അടുത്തത് നമ്മളുടെ പോകുന്നത് എവിടേക്കാണ്, പ്രസൻറ്റ് മൊമെൻറ്റിലേക്കാണ്. അതിന് കുറച്ച് ദിവസം, ആ ബാറ്റിൽ ഫീൽഡ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ പോയറ്റിന് എന്താ, ഉറങ്ങാൻ പറ്റുന്നില്ല. ഇയാളുടെ ഉള്ളിൽ എപ്പോഴും ഈ മെമ്മറീസ്, ഈ ഒരു ബാഡ് ഡ്രീംസ് ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ജീവനോടെ കാണുമ്പോഴാണ് ഇയാളുടെ ഫെല്ലോ സോൾജിയർ, കമ്പാനിയൻ, എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെ കൂടെയുള്ള ഒരു സൈനികനാണ് ഇതിനൊക്കെ, ഈ വേദനയൊക്കെ സഹിക്കുന്നത്. ഇയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, പവർലെസ്സായി ഇതെല്ലാം കണ്ടു നിൽക്കുക, ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനോ പറ്റില്ല, എന്നാൽ എല്ലാം കണ്ടു നിൽക്കുക എന്നല്ലാതെ വേറൊന്നിനും കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ, ആ ഒരു ഇമോഷണൽ ഗിൽറ്റ്, ഇതെല്ലാം എന്താണ്, ഇയാളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇയാളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഇയാൾക്ക് ഒരു രാത്രി പോലും മനസമാധാനത്തിലൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. പിന്നെ ഇയാൾ ഈ ഒരു പോമിൽ യൂസ് ചെയ്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെയിം റൈമിങ് സ്കീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു പണ്ടുള്ള അതേ ട്രോമ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈം സ്കീം കൂടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഫൈനൽ സ്റ്റാൻസയിൽ ആ പോയിറ്റ് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് നമ്മുടെ റീഡറിനെ അഡ്രസ്സ് ചെയ്യുകയാണ് യൂസിങ് ദ പ്രൊനൗൺ യു എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ഇനി പറയുന്നത്. ഇനി നമ്മളുടെ വോർ പോം എന്നുള്ളത് ഒരു ആൻറ്റി വോർ മെസ്സേജിലേക്ക് ട്രാൻസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് പോമിൻ്റെ ഫുൾ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്, ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, ഇനി ലോങ് കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ടാണ് കേട്ടോ ആ പോം പോകുന്നത്. പോമിൻ്റെ വരികൾ കുറച്ച് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസുകളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, നിങ്ങളെല്ലാവരും ചിന്തിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ വോറിൻ്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിൽ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും ചിന്തിക്കൂ,
ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണൽ ക്ലോസ് കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളാണ് എൻ്റെ ഈ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ പാട്രിയോട്ടിസത്തിൻ്റെ പേരിൽ, ധീരതയുടെ പേരിൽ, ഹീറോയിക് ഡീഡ്സിൻ്റെ പേരിലൊന്നും വീട്ടിലുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ യങ് മെന്നിനെയോ ഒന്നും എന്തിലേക്ക് അയക്കരുത്, വോറിലേക്ക് അയക്കരുത് എന്നാണ് പറയുന്നത്. റിത്തിങ് ഐസ് ഫേസ് ഹാങ്ങിങ്, സിക്ക് ഓഫ് ഡെവിൽ സിക്ക് ഓഫ് സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താ, ആ ഒരു സോൾജിയറിൻ്റെ മരണത്തിൻ്റെ ആ ഭീകരാവസ്ഥ, ആ ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് ഇത് എത്രത്തോളമാണ് ഒരാളുടെ മനസ്സിലൊരു ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ആ വാറിൻ്റെ ഒരു എക്സ്ട്രീം അഗ്ലി സൈഡാണ് നമുക്കിവിടെ ഓവൻ കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മുടെ സോൾജിയർ, ആ ഗ്യാസ് അറ്റാക്കിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട സോൾജിയർ വായിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഛർദ്ദിക്കുന്ന സീനൊക്കെ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്രയും ഹൊററായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഇഫ് യു വേർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ, നിങ്ങളാണ് ഈ ഒരു സിറ്റുവേഷനിലെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഒരിക്കലും പാട്രിയോട്ടിസത്തിൻ്റെ പേരിൽ വാറിനെയും ആ വാർ കാരണം ഉണ്ടാകുന്ന അട്രോസിറ്റീസിനെയും നമ്മൾ ജസ്റ്റിഫൈ ചെയ്യരുത് എന്നാണ് ഓവൻ പറയുന്നത്. നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ, അഡൾട്ട്സ് എന്താ പറയുക, കുട്ടികളോട് വാറിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പറയുക, യുദ്ധം, അങ്ങനെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് കുറേ ഹീറോയിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ വിൽഫ്രഡ് ഓവൻ എന്താ, ഈ പോമിൻ്റെ ടൈറ്റിൽ തന്നെ നോക്കൂ, ഡൾസെ എറ്റ് ഡെക്കോറം എസ്റ്റ് എന്നാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ഇംഗ്ലീഷ് അല്ല, ഇത് ലാറ്റിൻ ഫ്രേസ് ആണ്. എന്തുകൊണ്ടായിരിക്കും ആ ലാറ്റിൻ ഫ്രേസ് യൂസ് ചെയ്തിട്ടുണ്ടാവുക? അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് സ്വീറ്റ് ആൻഡ് ഫിറ്റിംഗ് ടു ഡൈ ഫോർ വൺസ് കൺട്രി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട കാര്യങ്ങളാണ്. ഒരാൾ അവരുടെ രാജ്യത്തിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ, വളരെ ധീരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഡൾസെ ഡെക്കോറം എസ്റ്റ് പ്രോ പാട്രിയ മോറി എന്ന് പറയുന്ന കാര്യം എന്താ, ഒരു ഓൾഡ് ലൈ ആണ്. ഈ ഒരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴയ നുണയാണിത്. ഒരിക്കലും മരണത്തെ നമുക്ക് അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അതും ഗ്ലോറിഫൈ, എങ്ങനെയാണ് മരണത്തെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുക? അതും സ്വാഭാവികമായിട്ടുള്ളൊരു മരണമല്ല, ഇവിടെ അതിക്രൂരമായിട്ടുള്ള മരണങ്ങളാണ് സംഭവിക്കുന്നത്. അതിനെ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഓവൻ ചോദിക്കുന്നത്. അതുപോലെ ഇനി വീട്ടുകാർ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് വിടുന്നത് പോട്ടെ, ചില ആളുകൾ സ്വയം യങ് ആയിരിക്കുന്ന സമയത്ത് വാറിന് വരണം എന്ന് വളരെ വില്ലിങ്ലി വരുന്നവരുണ്ട്. ഈ വില്ലിങ്ലി വരുന്നവർ ആലോചിക്കണം, നിങ്ങൾ തന്നെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള നോബിളായിട്ടുള്ള ഒരു ലൈഫൊന്നുമല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്നും നിങ്ങൾ എന്ന് യുദ്ധത്തിലേക്ക് ചേർന്നോ അല്ലെങ്കിൽ എന്ന് നിങ്ങൾ ആർമിയിലേക്ക് ചേർന്നോ അത് തൊട്ട് നിങ്ങളുടെ അവസാനം വരെ നിങ്ങൾ ജീവിക്കുന്നത് ഫുൾ ഓഫ് പെയിൻ, ഹൊറർ ആൻഡ് ഫിയർ ഓഫ് ഡെത്ത്. അതായിരിക്കും നിങ്ങളുടെ ജീവിതം ഫുൾ പെയിൻഫുൾ ആയിരിക്കും. എപ്പോഴും ഒരു ഭയം ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ, എപ്പോഴും മരണം നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇതിനെക്കുറിച്ച്, വോർ എന്നൊരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഭയാനകമായിട്ടുള്ള അവസ്ഥ. ഭയാനകം എന്ന് പറഞ്ഞാൽ ഭയാനകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് സത്യമാണ്, ഇതാണ് വോർ എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് വിൽഫ്രഡ് ഓവൻ. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വിൽഫ്രഡ് ഓവൻ്റെ പോമിൽ പഠിക്കാനുള്ളത്. നല്ല സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പമായിട്ടുള്ള ഒരു പോമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്.